സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ജിഷ്ണു കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് CP ഉദയഭാനുവും സ്റ്റേറ്റ് അറ്റോർണി KV സോഹനും ജിഷ്ണുവിന്റെ കുടുംബവുമായി ചർച്ച നടത്തിയത്. 4 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ജിഷ്ണുവിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്ന് നിരാഹാര സമരം അവസാനിപ്പിച്ചു. മറ്റെല്ലാ കാര്യങ്ങളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതനുസരിച്ചിട്ട് എല്ലാ സമരവും പിൻവലിക്കാനും തീരുമാനിച്ചു. ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ ഫോണിൽ വിളിച്ചു. കേസിലെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. DGP ഓഫീസിന് മുന്നിലുണ്ടായ പോലീസ് നടപടിയിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. മഹിജയുടെ പരാതിയിൽ ഉചിതമായ നടപടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമവിധേയമായി തന്നെ എടുക്കും എന്നാണ് മുഖ്യമന്ത്രി ഉറപ്പു കൊടുത്തിട്ടുള്ളത്. ഈ ഉറപ്പ് പാലിക്കപ്പെടുന്നതിന് ഇവർ കാവലാളായി ഉണ്ടാകും. ജിഷ്ണുവിന്റെ സഹോദരി അവിഷ്ണയെ സോഹൻ നേരിട്ട് വിളിച്ച് നിരാഹാരം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അവിഷ്ണ, അമ്മയോട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മയും മറ്റെല്ലാവരും അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മ വെള്ളം കഴിച്ചു. പിന്നാലെ വളയത്തെ വീട്ടിൽ അവിഷ്ണയും തിരുവനന്തപുരത്ത് അമ്മാവൻ ശ്രീജിത്തും നിരാഹാരം അവസാനിപ്പിച്ചു. ഈ വിജയം നീതിയുടെ വിജയമാണ്. നീതിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമാണ്. മറ്റെല്ലാ തെറ്റിദ്ധാരണകളും ഒഴിവാക്കണം. IG-യുടെ റിപ്പോർട്ടിനേക്കാൾ വലുതാണ് മുഖ്യമന്ത്രിയുടെ വാക്കെന്ന് ശ്രീജിത്ത് പറഞ്ഞു. IG-യുടെ റിപ്പോർട്ടിനേക്കാൾ വലുതാണ് കേരള മുഖ്യമന്ത്രിയുടെ വാക്ക് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കിൽ ഞങ്ങൾക്ക് അതിയേറെ വിശ്വാസവുമുണ്ട്. എന്നാൽ ഹിമവൽ ഭദ്രാനന്ദയും KM ഷാജഹാനും ഉൾപ്പെടെ മറ്റുള്ളവരെ അറിയില്ലെന്ന് ഇവർ രേഖാമൂലം എഴുതി നൽകിയിട്ടുണ്ട്. സ്വാമിയെ ഞങ്ങൾക്ക് ബന്ധമില്ല. ഷാജഹാനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഷാജിർ ഖാനും കുടുംബവും അദ്ദേഹത്തോടൊപ്പമുള്ള സഹായവും ഞങ്ങൾ ആവശ്യപ്പെട്ടു വന്നതാണ്. ഷാജഹാനെയും സ്വാമിയെയും ഇവർ വിളിച്ചിട്ടേയില്ല. ഇവരാവശ്യപ്പെട്ടല്ല അവർ വന്നത് എന്ന് അവർ എഗ്രിമെന്റിൽ പറയുകയും ഞങ്ങളുടെ മീറ്റിംഗിൽ സമ്മതിക്കുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.